ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രാത്രിയിലത്തെ ഒരു ഫുഡ് പ്രിപ്പയറിങ് വീഡിയോ ആണ്. ഇത് ഞാൻ പകലെടുത്തൊരു വിഷ്വല, ഒരെണ്ണം വലുതായിട്ട് പിടിച്ചിട്ടുണ്ട്. ഫുഡ് രാത്രി ചപ്പാത്തി, ഗ്രീൻ പീസ് കറി. അതിനുവേണ്ടി ഞാൻ മഞ്ഞൾപ്പൊടി, ഉപ്പ്, ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് കുക്ക് ചെയ്യാനങ്ങ് വെച്ച് ഒരു 6-7 വിസിൽ മീഡിയം ഫ്ലെയിമിലിട്ട ഗ്രീൻ പീസ് നന്നായിട്ട് അങ്ങ് വെന്ത് കിട്ടും. അതിൻ്റെ അരപ്പിന് വേണ്ടി ഞാൻ തേങ്ങ, വലിയ ജീരകം, പട്ട, പച്ചമുളക് ഞാൻ കുക്കറിലിടാൻ മറന്നു പോയതുകൊണ്ട് ഇതിനകത്ത് അങ്ങ് അരച്ചങ്ങെടുത്ത് നല്ല ഫൈനായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. പിന്നെ ചപ്പാത്തി കുഴയ്ക്കാൻ വേണ്ടി മാവങ്ങ് ഇടുന്നുണ്ട്, ഗോതമ്പിൻ്റെ പൊടി ഇടുന്നുണ്ട്. എനിക്കങ്ങനെ അളവൊന്നുമില്ല, വാരി അങ്ങ് തട്ടും. എൻ്റെ മൈൻഡിലൊരളവുണ്ട്, അതനുസരിച്ച് ഞാൻ കുഴച്ചങ്ങ് എടുക്കും. ഞാൻ ഇച്ചിരി ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ ഓയിലൊഴിച്ച് കുഴയ്ക്കും, ചിലപ്പോൾ ഓയിലൊഴിക്കത്തില്ല. അന്നേരത്തെ മൈൻഡ് പോലെ. പിന്നെ പച്ചവെള്ളത്തിലാണ് ഞാനിവിടെ മിക്സ് ചെയ്തെടുക്കുന്നത് മാവ്. ചൂടുവെള്ളം ഒഴിച്ചാലും ഒന്നുകൂടെ നല്ലതാണ്, പച്ചവെള്ളം ഒഴിച്ചാലും നല്ലതാണ്. എന്തുമായാലും ഞാനൊരു അരമണിക്കൂർ 3/4 മണിക്കൂർ വെച്ചേക്കും. മാവ് നല്ലതുപോലെ കുഴച്ചിട്ട് ഒരു അരമണിക്കൂർ ഞാൻ വെക്കും. അപ്പോൾ നല്ല സോഫ്റ്റ് ചപ്പാത്തി കിട്ടും. പിന്നെ ഇവിടെ ആണെങ്കിൽ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. 2-3 ദിവസം കൊണ്ട് ക്ലൈമറ്റ് വെയിലില്ല, നല്ല മഴയുണ്ട്. ഇടയ്ക്കൊന്ന് വെയിൽ വരും, പിന്നെ അങ്ങ് മാറും. അങ്ങനെ ഗ്രീൻ പീസ് ഇവിടെ വെന്തിട്ടുണ്ട്. എൻ്റെ കൈയാണെങ്കിൽ പൊള്ളി, ആവി തട്ടി. ഗ്രീൻ പീസ് വെന്തോന്ന് നോക്കിയതാണ്. നന്നായിട്ട് ഗ്രീൻ പീസ് വെന്തിട്ടുണ്ട്. വെന്തോന്ന് നോക്കാതെ അരപ്പെടുത്ത് ചാമ്പരുത്, കല്ലിച്ചിരിക്കും ഗ്രീൻ പീസ് കഴിക്കുമ്പം. അങ്ങനെ ഞാൻ അരപ്പ് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൽ നിന്നൊരു 2 സ്പൂണ് ഗ്രീൻ പീസ് എടുത്ത് അരച്ച് ചേർക്കണം. അന്നേരം നല്ലൊരു കൊഴുപ്പ് കിട്ടും കറിക്ക്. ഞാൻ കടലക്കറി വെക്കുമ്പോഴും അങ്ങനെ അരച്ച് ചേർക്കും, കറിയിലോട്ട് അരച്ച് ചേർക്കും. അപ്പം നല്ലൊരു കൊഴുപ്പ് കിട്ടും കറിക്ക്. അങ്ങനെ കറി ഇവിടെ സെറ്റാവുന്നുണ്ട്. വേണമെങ്കിൽ ഒരു ഇച്ചിരി മല്ലിയിലയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഉള്ളത് കൊണ്ട് ഒരു ഇച്ചിരി മല്ലിയില ഞാൻ എടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്, മല്ലിയില. അങ്ങനെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചപ്പാത്തി പരത്തണം. ചപ്പാത്തി പരത്തുന്ന വീഡിയോ ഞാൻ എടുക്കുന്നില്ല. ഓരോ ചപ്പാത്തി പരത്തി എടുക്കുമ്പോഴും ഓരോ ഷേപ്പിലാണ് വരുന്നത്, ഇന്ത്യയുടെ മാപ്പ് പോലെ. പുറത്ത് നല്ല മഴ പെയ്യുന്നത് കൊണ്ട് കോഫിയും കൂടെ അങ്ങിട്ട് അങ്ങനെ ഇന്ന് രാത്രിയിലത്തെ ഫുഡ് റെഡിയായി. നല്ല ചൂട് ചപ്പാത്തി, ചൂട് ഗ്രീൻ പീസ് കറി, ചൂട് കോഫി. അപ്പം അൽഹംദുലില്ലാ ഇന്നത്തെ ഫുഡ് റെഡിയായി. എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കാണുന്നുണ്ടെങ്കിൽ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ ശുഭരാത്രി.